ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 8 അങ്ങനെ നമ്മുടെ അഗ്നി പരീക്ഷ അടിപൊളിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ബിഗ് ബോസ് നല്ല ഒരു ശക്തമായൊരു വരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് അവരുടെ എൻട്രി നല്ല സൂപ്പറായിട്ട് തന്നെ ഈ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം, അതായത് ഈ പരിപാടി വെച്ച് തന്നെ ബിഗ് ബോസ് ശരിക്കും ഹിറ്റാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമ്മുടെ അഗ്നി പരീക്ഷ അടുത്ത ഒരു പ്രമോയിൽ ഇപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ ആ ഒരു നാക്ക്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പൂജയും പ്രണവും എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരു മത്സരത്തിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതായത് തട്ടായിട്ട് ഉള്ള ഇതിനകത്ത് ഗ്ലാസ്സുകൾ അടുക്കണം, തട്ടായി ഗ്ലാസ്സുകൾ അടുക്കണം. അതാണെന്ന് തോന്നുന്ന ഒരു മത്സരം, പ്രമോയി കാണിക്കുന്ന മത്സരമാണത്. അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മുടെ പൂജ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ അടുക്കി വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ പൂജയുടെ ഇന്ന് തെറ്റിയ താഴെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, പൂജ കാം ഡൗൺ, നീ പതുക്കെ ചെയ്യുക പറഞ്ഞ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ച് വരുമ്പോൾ പിന്നെ നമ്മുടെ പ്രണവിനെയാണ് കാണിക്കുന്നത്. പ്രണവ് ഏകദേശം ഒരുവിധം എല്ലാം റെഡിയായിട്ട് ചെയ്തു വന്നതാണ്. അപ്പം റെഡിയായിട്ട് ചെയ്തു വന്നതല്ല, എനിക്ക് തോന്നുന്നത് ഫിനിഷിങ് ആ സമയം എത്തിയെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഘട്ടം കണ്ടാണ്, ആ സമയത്താണ് നമ്മുടെ രഞ്ജിനി ഹരിദാസ് അങ്ങ് വിളിച്ച് പറഞ്ഞത്, പ്രണവ് ഡൂയിങ് വെല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രണവ് നല്ല അടിപൊളിയായിട്ട് ചെയ്തെന്ന് പറഞ്ഞ് തീർന്നില്ല. പ്രമോയി കാണിക്കുന്നതാണ്. ചിലപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, ലേറ്റായി കഴിഞ്ഞ് വീഴുന്നതാണോ, അപ്പം തന്നെ പറഞ്ഞപ്പോൾ തന്നെ വീഴുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പറഞ്ഞ് തീർന്നതും അതെല്ലാം കൂടി ഉരുണ്ട് പിടച്ചൊരൊറ്റ പോക്ക് താഴോട്ട് എല്ലാം കൂടി. രഞ്ജിനി ഹരിദാസിന് തന്നെ ചിരി അടക്കാൻ കഴിയുന്നില്ല. അപ്പം മത്സരാർത്ഥികളെ കാണിക്കുന്നുണ്ട്, അവരിത് എന്തടേ നാക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈയൊക്കെ മറച്ച് കാണിക്കുന്നുണ്ട് ഒരാളിരുന്നിട്ട്. എന്തായാലും ഈ നാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞ് തീരുന്നതിന് മുമ്പാണ് ഇത് സംഭവിക്കുമെന്ന് പറയുന്നത്. പാവം പ്രണവ് വീണ്ടും എടുത്ത് വെക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, ആയിടെ കുട്ടാ സോറി, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും പ്രണവും പൂജയും ഒക്കെ നല്ല പേര് എടുക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പേര് അവർ ശ്രദ്ധയിലേക്ക്, അതായത് പ്രമോയിൽ അവരെ എടുത്ത്, ബിഗ് ബോസിൻ്റെ പ്രമോയിലൊക്കെ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അവരെ എടുത്ത് കാണിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ പ്രമോയിലൊക്കെ അവർക്ക് എത്താൻ കഴിയുന്നു. അവരുടെ പെർഫോമൻസൊക്കെ അവർ നല്ല വെല്ലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ 40 പേരുടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന 2 പേരാണ് ഈ പ്രണവ്, പൂജ. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്. എന്തായാലും ബിഗ് ബോസ് ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ വ്യത്യസ്തമായി തന്നെ പ്രോഗ്രാമുകളും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും വ്യത്യസ്തത എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു വ്യത്യസ്തത എന്തായാലും ഈ പ്രാവശ്യം തന്നെയാണ് വന്നേക്കുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടും. ബിഗ് ബോസ് പോലെ തന്നെ ഈ അഗ്നിപരീക്ഷയും ഹിറ്റാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ജഡ്ജസായ രഞ്ജിനി ഹരിദാസും അഖിൽ മാനാറും റിയാസ് സലീമും ഒക്കെ നല്ല രീതിയിൽ പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അവതാരയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട റനീഷയും നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം പെർഫോമൻസ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത പ്രമോകൾ എന്തായാലും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. ഇന്നാണ് എപ്പിസോഡ്, അതായത് ആഗസ്റ്റ് 15 ഇന്നാണ് എപ്പിസോഡ് ഇത് വരുന്നത്. പക്ഷേ ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ തന്നെ അത് എപ്പിസോഡ് അവർ രാത്രി തന്നെ വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഒരുപാട് പ്രേക്ഷകർ എപ്പിസോഡ് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ. അപ്പോൾ എപ്പിസോഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും വീണ്ടും പ്രമോകൾ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്ത അപ്ഡേഷനുമായിട്ട് വീണ്ടും എത്താം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കേ.